ബഹുമാന്യരെ, പ്രാരംഭമായി തന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു വിഷയം ഞാൻ ഓർപ്പിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ വളരെ ഓൾട്ടർനേറ്റീവായിട്ടാണ് ലൈവിൽ വരുന്നത്. കാരണം മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ സെർവിക്കൽ ഡിസ്കിൻ്റെ നെർവ് കംപ്രഷൻ കാരണം കൈകൾക്കും കാലുകൾക്കെല്ലാം ശക്തമാകുന്ന മരവിപ്പും കൈവിരലുകൾ നോർക്കാൻ ഉള്ള പ്രയാസമൊക്കെ ഉണ്ട്. അതിന് ചില ആയുർവേദ ചികിത്സയൊക്കെ ഈ ദിവസങ്ങളിൽ ചെറുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പൊതുവെ ശരീരത്തിന് ക്ഷീണമുണ്ട്. എങ്കിലും ദൈവം തന്നിരിക്കുന്ന നാളുകൾ ദൈവവചനം അത് പഠിച്ചും അത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തും കർത്താവ് എലയവനെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ തികച്ച് കർത്താവിന്റെ സന്നയിൽ പ്രവേശിക്കുക എന്നുള്ള താല്പര്യവും ആഗ്രഹവുമാണ് മനസ്സിനെ ഭരിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് ചില വീഡിയോകൾ മുടങ്ങിയാലും കർത്താവ് പ്രാർത്ഥിപ്പെടുന്ന പോലെ അത് ചെയ്യുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകം എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ഇന്ന് ഒരു ചെറിയ വീഡിയോ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയ്ക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. മഴയുടെ പ്രതികൂലം ഇവിടെയുണ്ട്. രാജാക്കന്മാർ 2-ാം പുസ്തകം 13-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ദൈവത്തിന്റെ ദാസനായ ഏലീശായോടും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന ഇസ്രായേലിന്റെ രാജാവായ യോവാശോടും ബന്ധപ്പെട്ട് 5 അതിപ്രധാനമായ ചിന്തകൾ മാത്രം ഒരു സ്കെലിറ്റൻ പോലെ പറഞ്ഞിടാൻ ആഗ്രഹിക്കുന്നു. ആ കാലത്ത് ഏലീശ മരണഹേതുകമായ രോഗം പിടിച്ചു കിടന്നു. അപ്പോൾ ഇസ്രായേൽ രാജാവായ യോവാശ് അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ മുഖത്തിനു മീതെ കുനിഞ്ഞ് കരഞ്ഞ് എന്റെ പിതാവേ ഇസ്രായേലിന്റെ തേരും തേരാളികളുമായുള്ളവേ എന്ന് പറഞ്ഞു. ഏലീശ അവനോട് അമ്പും വില്ലുവെടുക്ക എന്ന് പറഞ്ഞു. അവൻ അമ്പും വില്ലുവെടുത്തു. അപ്പോൾ അവൻ ഇസ്രായേൽ രാജാവിനോട് നിന്റെ കൈ വില്ലിന്മേൽ വയ്ക്കുക എന്ന് പറഞ്ഞു. അവന് കൈവച്ചപ്പോൾ ഏലീശ തന്റെ കൈ രാജാവിന്റെ കൈമേൽ വെച്ചു. കിഴക്കെ കിളിവാൾ തുറക്ക എന്ന് പറഞ്ഞു. അവന് തുറന്നപ്പോൾ ഏക എന്ന് പറഞ്ഞു. ഏതാറെ അവൻ അത് യഹോവയുടെ ജയാസ്ത്രം, അരാമ്യർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ. നീ അഫേക്കിൽ വെച്ച് അരാമ്യരെ തോൽപ്പിച്ച് അശേഷം സംഹരിക്കുന്നു പറഞ്ഞു. അമ്പെടുക്ക എന്ന് പറഞ്ഞു. അവനെടുത്തു. നിലത്തടിക്ക എന്ന് പറഞ്ഞു. അവൻ 3 പ്രാവശ്യം നിലത്ത് അടിച്ചു നിർത്തി. അപ്പോൾ ദൈവപുരുഷൻ അവനോട് കോപിച്ചു, നീ 5-6 പ്രാവശ്യം അടിക്കേണ്ടിയിരുന്നു. എന്നാൽ നീ അരാമ്യരെ തോൽപ്പിച്ച് അശേഷം സംഹരിക്കുമായിരുന്നു. ഇപ്പോൾ നീ അരാമ്യരെ 3 പ്രാവശ്യം മാത്രം തോൽപ്പിക്കുന്നു പറഞ്ഞു. എന്നാൽ ഏലീശ മരിച്ചു. അവർ അവനെ അടക്കം ചെയ്തു. പിറ്റേ ആണ്ടിൽ മോവാബരുടെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു. ചിലർ മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ ഏലീശാവിന്റെ കല്ലറയിലിട്ടു. അവൻ അതിൽ വീണ് ഏലീശയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റുന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ അതികായന്മാരായ 2 പ്രവാചകന്മാരായിരുന്നു ഏലിയാവും അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന ഏലീശയും. ഏലിയാവിനെ പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തനിക്കും വേണമെന്ന് ആഗ്രഹിച്ച് ഏലിയാവിനോട് പറഞ്ഞവനാണ് ഏലീശ. ഞാൻ ഉടലോട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കാണുമെങ്കിൽ നിനക്കത് ലഭിക്കുമെന്ന് പറഞ്ഞു. അവനെ ഏലീശയും കൂട്ടിക്കൊണ്ട് യോർദാനിലേക്ക് ചെന്നു. തന്റെ പുതപ്പ് കൊണ്ട് യോർദാനെ അടിച്ചു. അക്കരെ കടന്നു. 2 പേരും കടന്നു. അവിടെ നമ്മൾ വായിക്കുന്നു, അവിടെ വെച്ച് അവന്റെ കൺമുമ്പിൽ വെച്ച് അഗ്നി രഥങ്ങളും അഗ്നി അശ്വങ്ങളുമായി ഏലിയാവ് സ്വർഗത്തേക്ക് എടുക്കപ്പെട്ടു. തന്റെ പുതപ്പ് താഴെ വീണു. ആ പുതപ്പ് അവനെടുത്ത് നദിയെ അടിച്ച് അത് പിളർന്ന് ഇക്കരെ കടന്നു. അന്നു മുതൽ ഏലിയാവിന്റെ ഇരട്ടി ആത്മാവിന്റെ പങ്കുള്ളവനായി ഇസ്രായേലിൽ വൻ ശുശ്രൂഷ ചെയ്ത അതികായനായ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായിരുന്നു ഈ ഏലീശ. ഏലീശ ആ കാലത്ത് മരണകരമായ രോഗം ബാധിച്ച് കിടപ്പിലായി. ഒരു വലിയ പ്രവാചകനാണെങ്കിലും രോഗം വരാം. ഏത് മനുഷ്യനും രോഗം വരാം. ഇന്ന് എത്രയോ വിശ്വാസികൾക്ക് ക്യാൻസർ, കിഡ്നി ട്രബിള്, മറ്റ് പലവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു ദൈവപൈതലിന് മരണകരമായ രോഗം വന്നു കഴിഞ്ഞാൽ ഉടനെ ദൈവം അവനെ ശിക്ഷിച്ചതാ, അവൻ അങ്ങനെ വരട്ടെ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ചിന്തിക്കണം, ദൈവത്തിന്റെ പ്രവാചകനായ ഏലീശായ്ക്ക് പോലും മരണകരമായ രോഗമുണ്ടായി. ദൈവസ്ഥനിൽ വിശ്വസ്തനായി ജീവിച്ച് രാജ്യസേവ ചെയ്ത ഹിസ്കിയാവിന് പോലും മരണകരമായ രോഗമുണ്ടായി. രോഗം ആർക്കും വരാം, ആർക്കും സംഭവിക്കാം. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പയ്യൻ, ഒരു ബാലൻ ഇസ്രായേലിന്റെ രാജാവായി. പിന്നീട് അവന് ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ വാണു. അവന്റെ പേര് യോവാശ് എന്നാണ്. അങ്ങനെ അവനെക്കുറിച്ച് വായിക്കുന്നത്. യോവാശ് ഈ ഏലീശ പ്രവാചകൻ മരണകരമായ രോഗത്താൽ ബാധിതനായി തന്റെ കിടക്കയിലായിരുന്ന സമയത്ത് അവൻ മരിച്ചു പോകും എന്നൊരു പക്ഷേ അവന് മനസ്സിലായി.
അവൻ അവരുടെ അടുക്കൽ വന്ന്, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ളവേ എന്ന് നിലവിളിച്ചു. അവന്റെ മുഖത്തോട് തന്നെ മുഖം ചായച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇവിടെ ഞാൻ 5 കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇമ്പോർട്ടൻസ് ഓഫ് എ സ്പിരിച്വൽ ലീഡർ. ഇസ്രായേലിൽ ഭരിക്കുന്നത് രാജാവാണെങ്കിലും ആ ഭരണത്തിന്റെ യന്ത്രം തിരിക്കാൻ ദൈവത്തിന്റെ നിയോഗം അതാത് സമയത്ത് രാജാവിനും ജനത്തിനും നൽകിക്കൊണ്ടിരുന്നത് ദൈവത്തിന് വേണ്ടി മനുഷ്യരോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ പ്രവാചകനായ ഏലീശയായിരുന്നു. ആ ഏലീശ ഇസ്രായേലിന്റെ ഒരു ആത്മീക പിതാവായിരുന്നു. ഏലീശയുടെ തിരോധനം വാസ്തവത്തില് എത്രമാത്രം വലിയ നഷ്ടം ഇസ്രായേൽ ജനതയ്ക്കും ഇസ്രായേലിനെ ഭരിക്കുന്ന ഈ യോവാശ് രാജാവിനും ഉണ്ടാകും എന്ന് അവൻ മനസ്സിലാക്കി. ഈ ആത്മീക പിതാവിന്റെ ആത്മീക നേതൃത്വത്തിന്റെ മനോഹാരിത്വം, അതിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് യോവാശ് മനസ്സിലാക്കി. ഇമ്പോർട്ടൻസ് ഓഫ് എ സ്പിരിച്വൽ ലീഡർ. ദൈവ ജനത്തിന്റെ മധ്യത്തിൽ ഇന്ന് ഒരുപാട് നേതാക്കന്മാരുണ്ട്, നയിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ നമുക്ക് ആത്മീകരായ നേതാക്കന്മാർ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ യോവാശിന് ഈ കാര്യം മനസ്സിലായി. ഒരാത്മീക നേതാവ് എന്ന നിലയിൽ ഏലീശ തിരോധനം ചെയ്യപ്പെടാൻ പോകുകയാണ്. നമ്മുടെ ആത്മീക ശുശ്രൂഷകളിൽ ആത്മീക നേതൃത്വത്തിന്റെ അഭാവത വളരെയുണ്ട്. ഇന്ന് നാം വാസ്തവത്തില് ദൈവം അതാത് കാലത്തിന്റെ നിയോഗങ്ങളായി ലോകത്തിന് അയച്ചു തന്നിട്ടുള്ള ആളുകളെ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ശുശ്രൂഷകളെ വിലമതിക്കാതെയും അവർക്ക് സമാധാനം നൽകാതെയും അവരുടെ ശുശ്രൂഷകളെ പ്രയോജനപ്പെടുത്താതെയും ഒക്കെ രാഷ്ട്രീയം കളിച്ച് നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. അവരുടെ തിരോധനത്തിന് ശേഷമാണ് അവരെ കൊണ്ട് നഷ്ടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് വലിയ ദാസന്മാരായ MM സക്കറിയ അവരുകൾ, തിരുവട്ടാർ കൃഷ്ണൻകുട്ടി, ഇവരൊക്കെ ചെയ്ത ശുശ്രൂഷയുടെ മേന്മ അവരുടെ തിരോധനത്തിന് ശേഷമാണ് നമ്മൾ തിരിച്ചറിയാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എന്റെ പ്രിയരെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട കറിയാച്ചാന് ആ പ്രാവചനിക വിഷയമൊക്കെ സംസാരിക്കുമ്പോൾ കുളിരു കോരുന്ന ഒരു അന്തരീക്ഷമാണ് കേൾവിക്കാരുടെ ഹൃദയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ എന്റെ കർത്താവ് എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ചുകൊണ്ട് തിരുവട്ടാർ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ കാൽവല്ലെ ഗോൽഗോഥായിലേക്ക് ക്രൂശിക്കപ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ അവനെ അനുഗമിക്കുന്ന പ്രതീതിയാണ് കേൾവിക്കാരായ ആളുകളുടെ ഹൃദയത്തിലുണ്ടായിട്ടുള്ളത്. അവരൊക്കെ തിരോധനം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ നഷ്ടം നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് എ സ്പിരിച്വൽ ലീഡർ. ഒരാത്മീക നേതൃത്വം ദൈവജനത്തിന് എക്കാലത്തും അനിവാര്യമാണ്. 2, ഇവിടെ ഈ അരാമിന്റെ പടയെ യോവാശ് ഭയപ്പെട്ടു. ഇസ്രായേലിനെ ആക്രമിക്കാൻ അരാമ്യർ ചട്ടം ഒരുക്കുന്ന സമയത്ത്, വട്ടമൊരുക്കുന്ന സമയത്താണ് ഏലീശയുടെ മരണത്തിന്റെ കിടക്കയുടെ സമീപത്തേക്ക് അവൻ ഓടി വന്നത്. അവന്റെ മുഖത്തിന് മീതെ കുനിച്ചിട്ട് എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ളവേ എന്ന് പറഞ്ഞു. ഏലീശ അവനോട് പറഞ്ഞു, എന്ത് ചെയ്യാ, നിന്റെ അമ്പും വില്ലും എടുക്ക. അവൻ അമ്പും വില്ലും എടുത്തു കഴിഞ്ഞപ്പോൾ നാം വായിക്കുന്നത് അവന്റെ അമ്പും വില്ലും എടുത്തു. അപ്പോൾ അവൻ ഇസ്രായേൽ രാജാവിനോട് നിന്റെ കൈ വില്ലിന്മേൽ വെക്കുക എന്ന് പറഞ്ഞു. യോവാശ് അവന്റെ കൈയെ വില്ലിന്മേൽ വെച്ചു. അപ്പോൾ പ്രവാചകൻ തന്റെ കൈയെ അവന്റെ കൈമേൽ വെച്ചു. ഇവിടെ ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻസ് ഓഫ് എ കവേർഡ് ഹാൻഡ്. ഒരു പക്ഷെങ്കിൽ നമുക്ക് സാമർഥ്യമുള്ള കരങ്ങളുണ്ടാവാം, നല്ല ജോലിയുണ്ടാവാം, നല്ല ആരോഗ്യമുണ്ടാകാം, യുദ്ധാഭ്യാസമുണ്ടാകാം, അമ്പും വില്ലും എടുത്ത് ചെയ്യാനുള്ള ശക്തിയും അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് ജയാസ്ത്രങ്ങളായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കരങ്ങൾ നമ്മെ ആ പ്രവൃത്തിയിൽ മറയ്ക്കണം. മറയ്ക്കപ്പെട്ട കരങ്ങളുടെ പ്രാധാന്യത. ഒന്നാമത്തെ വിഷയം ഒരാത്മീക നേതാവിന്റെ പ്രാധാന്യത. 2, മറയ്ക്കപ്പെട്ട കരങ്ങളുടെ പ്രാധാന്യത. യോവാശ് അമ്പിന്റെയും വില്ലിന്റെയും മേൽ തന്റെ കൈവച്ചപ്പോൾ അവന്റെ കൈയുടെ മേൽ പ്രവാചകൻ തന്റെ കൈവച്ചു. മറയ്ക്കപ്പെട്ട കരങ്ങളുടെ കീഴിൽ ലഭിക്കുന്ന അനുഗ്രഹം. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ജയത്തിന്റെയും എല്ലാ നന്മയുടെയും എല്ലാ അനുഗ്രഹത്തിന്റെയും കാരണം നമ്മുടെ കർത്താവിന്റെ കരങ്ങൾ നമ്മെ മറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കർത്താവിന്റെ ചിറകുകൾ നമ്മെ മറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് എ കവേർഡ് ഹാൻഡ്. മറയ്ക്കപ്പെട്ട കരങ്ങളുടെ പ്രാധാന്യത യോവാശ് മനസ്സിലാക്കി. നമ്മുടെ മീതെ ദൈവത്തിന്റെ കരങ്ങൾ, ശാശ്വത ഭുജങ്ങൾ, അത് നമ്മുടെ മേലിരിക്കുമ്പോൾ നമുക്ക് നിശ്ചയമായും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ ജയാസ്ത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നിട്ട് ഈ വില്ലെടുത്ത ശേഷം 3ാമത് പ്രവാചകൻ പറഞ്ഞു, നീ എന്ത് ചെയ്യുക, കിഴക്ക് കിളിവാതിൽ തുറക്ക എന്ന് പറഞ്ഞു. കിഴക്കേ കിളിവാതിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാതിലാത്. യെരുശലേമിന് നേരെയുള്ള വാതിലാത്. ദേവാലയത്തിന് നേരെയുള്ള വാതിലാണത്. ഇസ്രായേൽ ചരിത്രത്തിൽ വളരെ അർത്ഥവത്തായ ഒന്നാണ്.
ദാനിയേൽ പ്രവാചകൻ ബാബേൽ സംസ്ഥാനത്തായിരിക്കുമ്പോഴും നാം വായിക്കുന്നു, യെരൂശലേമിന് നേരെയുള്ള കിഴക്കേ വാതിൽ തുറന്നിട്ട് അവൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചു പോന്നു എന്ന് വായിക്കുന്നു. കിഴക്കേ ഭാഗത്തേക്ക് തുറക്കപ്പെട്ട വാതിൽ എന്താണ്? എ ഡോർ, ഇമ്പോർട്ടൻസ് ഓഫ് എ ഡോർ, വിൻഡോ ഓപ്പൺ ടുവേർഡ് ദി ഈസ്റ്റ്, അതായത് ഓപ്പൺഡ് ഈസ്റ്റ്വേർഡ്, കിഴക്കിനു നേരെ തുറക്കപ്പെട്ട വാതിൽ. വാസ്തവത്തിൽ അത് ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ ആലയം നിൽക്കുന്ന സ്ഥലത്തെ സൂചിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ള ബോധമുണ്ടാക്കുകയാണ്. സ്വർഗത്തേക്ക് നാം നമ്മുടെ സഹായത്തിനായിട്ട് നോക്കുന്നതിനെ ഓർപ്പിക്കുകയാണ്. ഈ അടുത്ത കാലത്താണല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ അവർ അദ്ദേഹത്തിന്റെ വിഷമകരമായ ജീവിത സാഹചര്യങ്ങളിൽ അദ്ദേഹം വേദപുസ്തകം എടുത്ത് വായിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പെട്ടെന്ന് ശ്രദ്ധിച്ച ഒരു വചനഭാഗം സങ്കീർത്തനങ്ങൾ, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവെങ്കിൽ നിന്ന് വരുന്നു. ദാവീദൊരിക്കൽ പറഞ്ഞു, ദാസന്റെ കണ്ണ് യജമാന്റെ മുഖത്തേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിന്റെ മുഖത്തേക്കും എന്നപോലെ ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് സഹായം വരുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശയുടെ വാതിൽ ദൈവത്തിങ്കിലേക്കുള്ള വാതിലാണ്. നമ്മുടെ ജീവിതത്തിന്റെ ധൈര്യത്തിന്റെ വാതിൽ ദൈവത്തിങ്കിലേക്കുള്ള വാതിലാണ്. നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ ദൈവത്തിങ്കിലേക്കുള്ള വാതിലാണ്. കർത്താവും പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും നമുക്ക് ലഭിക്കും. ഭൂമിയിലുള്ള എല്ലാ നന്മകളിലും ഏറ്റവും ശ്രേഷ്ഠമായ നന്മ വരുന്നത് ദൈവത്തിൽ നിന്നാണ്, ഉയരത്തിൽ നിന്നാണ് ഈ സകല നന്മയും വരുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് എ സ്പിരിച്വൽ ലീഡർഷിപ്പ്, ആത്മീക നേതൃത്വത്തിന്റെ പ്രാധാന്യത. 2, ഇമ്പോർട്ടൻസ് ഓഫ് എ കവേർഡ് ഹാൻഡ്, മറയ്ക്കപ്പെട്ട കരങ്ങളുടെ അനിവാര്യത. 3, ഇമ്പോർട്ടൻസ് ഓഫ് എ വിൻഡോ ഓപ്പൺഡ് ഈസ്റ്റ്വേർഡ്, കിഴക്കിന് നേരെ തുറക്കപ്പെട്ട വാതിലിന്റെ പ്രാധാന്യത. 4, നാം വായിക്കുന്ന അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ അമ്പെടുത്ത് എയ്യുക എന്ന് പറഞ്ഞു. എയ്തു, ഇത് യഹോവയുടെ, ഇസ്രായേലിന് വേണ്ടിയുള്ള യഹോവയുടെ അരാമ്യർക്കെതിരെയുള്ള ജയാസ്ത്രം എന്ന് പറഞ്ഞു. നീ അഫേക്കിൽ വെച്ച് രാമ്യരെ തോൽപ്പിച്ചു കളയും എന്ന് പറഞ്ഞു. അമ്പെടുക്ക എന്നവൻ പറഞ്ഞു, അവൻ അമ്പെടുത്തു. അമ്പെടുത്തിട്ട് എയ്യുക എന്ന പ്രവാചകൻ രോഗക്കിടക്ക് കിടന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ നവായി അവൻ എയ്തു. 3 പ്രാവശ്യം മാത്രം അമ്പെടുത്ത് നിലത്തടിച്ചു. അപ്പോൾ പ്രവാചകൻ അവനോട് കോപിച്ചു, നീ 5-6 പ്രാവശ്യം അടിക്കേണ്ടതായിരുന്നു. നീ പുരുഷൻ അവനെ കോപിച്ചു, നീ 5-6 പ്രാവശ്യം അടിക്കേണ്ടത്, ഇപ്പോഴോ നീ അരാമ്യരെ 3 പ്രാവശ്യം മാത്രം തോൽപ്പിക്കുന്നു പറഞ്ഞു. ഇമ്പോർട്ടൻസ് ഓഫ് അൺടയറിംഗ് വാർഫെയർ, ഒരിക്കലും ക്ഷീണിക്കാതെ നിരന്തരമായി യുദ്ധം ചെയ്യേണ്ടതിന്റെ ആവശ്യകത. അതാണ് 4ാമത്തെ ചിന്ത. ക്രിസ്തീയ ജീവിതം ഒരു കളിക്കളമല്ല, അതൊരു പോർക്കളമാണ്. നമുക്ക് നിരന്തരമായി പോരാട്ടമുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പോരാട്ടമുള്ളത് മാംസരക്തങ്ങളോടല്ല, പിന്നെ ആരോടാണ്? ഒരു ദൈവ പൈതലിന് നിരന്തരമായി ക്രിസ്തീയ ജീവിതത്തിൽ പോരാട്ടമുണ്ട്, യുദ്ധമുണ്ട്. നാം നിൽക്കുന്ന പോർക്കളത്തിലാണ്. പണ്ടൊരു പാട്ടുകാരൻ പാടിയ പഴയ പാട്ട് നമ്മൾ ഓർമ്മയുണ്ട്, പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി, യേശുവിൻ നാമമതേന്തി പോയിടാം സുവിശേഷം ഓതിടാം നാടെങ്ങും, അനന്ത സന്തോഷം ഉണ്ട് ഒടുവിൽ. പ്രിയമുള്ളവരെ, നാം നിൽക്കുന്നത് പോർക്കളത്തിലാണ്. ഇവിടെ ഈ യോവാശോട് പറഞ്ഞു, നീ അമ്പെടുത്ത് അത് നിലത്തടിക്കുക എന്ന് പറഞ്ഞു. അവൻ 3 പ്രാവശ്യം അടിച്ചിട്ട് നിർത്തി. മോശയോട് ദൈവം ഒരിക്കൽ, നീ നിന്റെ മിസ്രയീമിലെ ചെങ്കലിന് നേരെ ചൂണ്ടിയ വടിയുമായി നീ ഹോരേബിൽ പാറമേൽ നിൽക്കണമെന്ന് പറഞ്ഞു. നിൽക്കാൻ പറഞ്ഞവൻ ആ പാറയിൽ പോയി അടിച്ചു. അതും തെറ്റാണ്. ഇവിടെ നീ അമ്പെടുത്ത് നിലത്ത് അടിക്കുക എന്ന് പറഞ്ഞു. അവൻ 3 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ നിർത്താൻ പാടില്ലായിരുന്നു. ക്രിസ്തീയ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച്, സത്യസന്ധനായ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നിരന്തരമായ പോരാട്ടം അവന്റെ ജീവിതത്തിലുണ്ട്. സ്വജനങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾ, മറ്റുള്ള ആളുകളിൽ നിന്നുള്ള എതിർപ്പുകൾ, സുവിശേഷ വിരോധങ്ങളുള്ള എതിർപ്പുകൾ, ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ് നാം നമ്മുടെ പോർക്കളത്തിൽ കർത്താവിന് വേണ്ടി പോരാടുന്നത്. അപ്പോൾ നമ്മളിവിടെ 4 കാര്യം ചിന്തിച്ചു. 1, ഇമ്പോർട്ടൻസ് ഓഫ് എ സ്പിരിച്വൽ ലീഡർ, ഒരു ആത്മീക നേതാവിന്റെ പ്രാധാന്യത. 2, ഇമ്പോർട്ടൻസ് ഓഫ് എ കവേർഡ് ഹാൻഡ്, മറയ്ക്കപ്പെട്ട കരങ്ങളുടെ പ്രാധാന്യത. 3, ഇമ്പോർട്ടൻസ് ഓഫ് എ വിൻഡോ ഓപ്പൺ ഈസ്റ്റ്വേർഡ്, കിഴക്കിന് നേരെ തുറക്കപ്പെട്ട ഒരു വാതിലിന്റെ അനിവാര്യത. 4, ഇമ്പോർട്ടൻസ് ഓഫ് ആൻ അൺടയറിംഗ് വാർഫെയർ, ഒരിക്കലും ക്ഷീണിച്ചു പോകാത്ത നിരന്തരമായ യുദ്ധത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അനിവാര്യത. 5, അതിന്റെ 20ാമത്തെ വാക്യം, ആ കാലത്ത് ഏലിശ മരിച്ചു. എന്നാൽ ഏലിശ രോഗിയായി കിടന്ന ഏലിശ മരിച്ചു, അവനെ സംസ്കരിച്ചു. അങ്ങനെ അതിനുശേഷം അവർ അവനെ അടക്കം ചെയ്തു. പിറ്റേ ആണ്ടിൽ 1 വർഷം കഴിഞ്ഞു മോവാബിന്റെ പടക്കൂട്ടങ്ങൾ
ദേശത്തെ ആക്രമിച്ചു, ഇസ്രായേലിനെ ആക്രമിച്ചു. ചിലർ മനുഷ്യനെ അടക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതായി പടക്കൂട്ടത്തെ കണ്ടിട്ട് പേടിച്ച് എന്ത് ചെയ്തു? ഏലീശാവിന്റെ കല്ലറയിൽ അവന്റെ ഭൗമശരീരം എറിഞ്ഞു. ഇട്ട് കഴിഞ്ഞപ്പോൾ അവന്റെ ശരീരം ഏലീശാവിന്റെ അസ്ഥികളെ തൊട്ടപ്പോൾ മരിച്ചവന്റെ ശരീരത്തിൽ ജീവൻ പുനഃപ്രവേശിച്ച് അവൻ എഴുന്നേറ്റു. അവൻ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റ് വന്നു. എന്താണെന്നറിയാമോ? ഇമ്പോർട്ടൻസ് ഓഫ് ദി റെലവന്റ് ഫ്രൂട്ട്. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ കൊണ്ട് നിലനിൽക്കുന്ന ഒരു ഫലമുണ്ടാകണം. കുറേ പ്രസംഗിച്ചു ചിന്തിക്കുക, കുറേ പ്രസംഗിച്ചു, അതല്ല ഈ അന്തരീക്ഷത്തിൽ കിടക്കും. എന്നാൽ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന ചില ഫലങ്ങൾ, അനന്തമാകുന്ന ചില ഫലങ്ങൾ ഉണ്ടാകണം. ഏലീശ ശക്തനായ കരുത്തനായ ഒരു പ്രവാചകനായിരുന്നു. അവൻ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. തന്റെ ജീവിതാന്ത്യത്തിൽ രോഗിയായി അദ്ദേഹം അവസാനം മരിച്ചു, ദൈവസ്ഥലേക്ക് പ്രവേശിച്ചു. അവന്റെ ശവവും സംസ്കരിച്ചു. പക്ഷേ ആ കല്ലറയിൽ അതിനുശേഷം അവിടെ മരിച്ചടക്കപ്പെട്ട എത്രയോ ആളുകളുടെ കല്ലറയിൽ എത്രയോ ആളുകളെ ഇതിനു മുമ്പ് അടക്കിയിട്ടുണ്ടാവും. ഒരു ചലനമില്ല, അവരൊക്കെ മണ്ണോട് മണ്ണ് ചേർന്നു. എന്നാൽ ഏലീശയുടെ കല്ലറയിൽ അവന്റെ അസ്ഥികളെ ഒരുവന്റെ ശരീരം ദേഹം തൊട്ടപ്പോൾ അതിൽ ജീവനുണ്ടായി. അവൻ കാല് ഊന്നി എഴുന്നേറ്റ് നിന്നു. അതെന്താ സൂചിപ്പിക്കുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് ദ റെലവന്റ് ഫ്രൂട്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഫലങ്ങൾ ഉണ്ടായിരിക്കണം. ഏലീശ മരിച്ചു കഴിഞ്ഞും അടക്കപ്പെട്ട് കഴിഞ്ഞും നിലനിൽക്കുന്ന ഫലങ്ങൾ ഏലീശയെ സംബന്ധിച്ച് ഉണ്ടാകുന്നു. പ്രിയമുള്ളവരെ, യോവാശ് എന്ന് പറയുന്ന ഈ രാജാവ് ഇസ്രായേലിന്റെ തേരും തേരാളിയും, അതായത് ഇസ്രായേലിന്റെ സകല പോരാട്ടങ്ങളുടെയും യുദ്ധങ്ങളുടെയും വിജയത്തിന്റെ പിറകിൽ വ്യാപരിച്ചത് ദൈവത്തിന്റെ പ്രവാചകനായ ഏലീശായും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുമായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞവനായിരുന്നു ഇസ്രായേലിന്റെ രാജാവ്. കാലാകാലങ്ങളിലായി ദൈവം എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ അവർ ദേശത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി, പാപികളായ മനുഷ്യരുടെ മാനസാന്തരത്തിനു വേണ്ടി, രക്ഷിക്കപ്പെട്ട വിശ്വാസികളുടെ ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകൾ ആണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയാണ്, അധ്വാനമാണ് ദൈവജനത്തിന്റെ ആത്മീയ അഭിവൃദ്ധിയുടെയും സുരക്ഷിതത്വത്തിന്റെയും സംരക്ഷണത്തിന്റെയും അനുഗ്രഹത്തിന്റെയും പിറകിൽ വ്യാപരിക്കുന്ന ചേതോവികാരം എന്നുള്ളത് നാം മറന്നു കളയരുത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിലും അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ 13-ാം അധ്യായത്തിൽ നിങ്ങളെ നടത്തിയവരെ ഓർത്ത് എന്ത് ചെയ്യുക? അവരുടെ വിശ്വാസം അനുകരിക്കുക. നിങ്ങളെ നടത്തുന്നവരെ ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുക. അവര് കർത്താവിന് കണക്ക് കൊടുക്കേണ്ടവരാണ്. കർത്താവ് ലോകത്തിൽ ആർക്കും ഒരു നന്മയും ഒരിക്കൽ പോലും ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും കർത്താവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് കർത്താവിന് വില ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാരായ സഹോദരന്മാരെ മാനസികമായി ക്ലേശിപ്പിക്കാതിരിക്കുക, അവരെ നിന്ദിക്കാതിരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക, അവരുടെ സാമ്പത്തിക നന്മകൾക്ക് കൂച്ചുവിലങ്ങ് ഇടാതിരിക്കുക, അവരെക്കുറിച്ച് അയോഗ്യമായത് പ്രവർത്തിക്കാതിരിക്കുക, ദോഷം ചെയ്യാതിരിക്കുക. കാരണം അറിയാമോ? ദൈവമാണ് ഓരോ നിയോഗത്തിന്റെയും പിറകിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അതാത് കാലഘട്ടത്തിൽ ദൈവം തന്റെ പ്രവൃത്തിക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടുള്ളവരാണ് ദൈവം തന്റെ വചനം കൊടുത്ത് അയച്ചിട്ടുള്ള ഓരോ ദൈവദാസന്മാരും. അവരിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ കാണും. ഞാൻ പൂർണ്ണമുള്ള മനുഷ്യനാണോ? അല്ല. എന്റെ ജീവിതത്തിലും കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുകളോ കുറ്റങ്ങളോ ഉണ്ട്. എന്നാൽ അതിനു മീതെ തന്റെ കൃപയെ വ്യാപരിപ്പിച്ച് ഒരു കാലഘട്ടത്തിന് വേണ്ടി ദൈവം നൽകുന്ന നിയോഗം എന്ന നിലയിൽ ദൈവം തന്റെ ദാസന്മാരെ കൊണ്ട് ചെയ്യുന്ന ശുശ്രൂഷകൾ സമാധാനത്തോട് ചെയ്യുവാൻ, അത് ദൈവജനത്തിന് അനുഗ്രഹമായി തരുവാൻ, ഇസ്രായേലിന്റെ വിജയത്തിന്റെ പിറകിലെ ശില്പവിദ്യമായി ഇവരുടെ പ്രവർത്തികൾ തീരുവാൻ നമ്മൾ അവരെ അനുവദിക്കണം. ഏലീശ കരുത്തനായ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. ആ പ്രവാചകൻ തിരോധനം ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ യോവാശിന് സങ്കടമുണ്ടായി. അവൻ തന്റെ മുഖം തന്നെ പ്രവാചകന്റെ മുഖത്തിനും മീതെ കുനിച്ച്, ഇസ്രായേലിന്റെ തേരും തേരാളിയുമുള്ള ആയുള്ളവേ, എന്റെ പിതാവേ, എന്റെ പിതാവേ എന്ന് നിലവിളിച്ചു. ആ നഷ്ടബോധം അവന്റെ ഹൃദയത്തെ ഭരിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തന്ന ആയുസ്, ദൈവം നിയോഗിച്ച ദൈവത്തിന്റെ ദാസന്മാരുടെ ശുശ്രൂഷകൾ, കർത്താവിന്റെ വചനം അത് ദൈവം അയച്ചു തരുന്നതാണ് എന്ന് മനസ്സിലാക്കി സ്വീകരിപ്പാനും അവരെ ബഹുമാനിപ്പാനും ശുശ്രൂഷ ചെയ്യുവാനും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു ആത്മീക നേതൃത്വത്തിന്റെ, മറയ്ക്കപ്പെട്ട കരങ്ങളുടെ, അതുപോലെ തന്നെ അൺഡെയറിംഗ് വാർഫെയറിന്റെ, റെലവന്റ് ഫ്രൂട്ടിന്റെ എല്ലാ ആവശ്യകതകളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൃത്യമായി മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ചിന്തകൾ കൊണ്ട്
നാം ഇവരെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.